തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോട് ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അടുത്ത വാത്സല്യമായ സർവ്വസ്നാഥ അവിടെ ഇത്രത്തോളം ഞങ്ങളുടെ വഴിയത്തെ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവേ. നോയമ്പുകാലത്തിൽ ഈ ദിവസം വരെ കാത്തുരാഴ്ച വൻകൃപകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവ്. യഥാർത്ഥമായ ജീവിതത്തിൽ ഈ നോയമ്പിൽ കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കഷ്ടാനുവരേച്ചയിൽ കടന്നു വരുമ്പോൾ കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച കഷ്ടങ്ങളെപ്പറ്റി കൂടുതലായി മനസ്സിലാക്കണം, അതോട് താതാത്മ്യം പ്രാപിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ കൃപയും സാരഥ്യം കർത്താവെ അവിടുന്ന് ഈ ശുശ്രൂഷയുടെ പേരുണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത് അവിടുന്ന് കർത്താവെ ജനം അങ്ങയുടേതാനോ അടിയൻ അങ്ങയുടെ വചനം അങ്ങയുടെ ഏറ്റവും ലളിതമായി വചനം ജനത്തിൽ എത്തിക്കുവാൻ മാത്രം കർത്താവെ. ഇവിടെ ജീവിതത്തിൽ കർത്താവ് ക്രിയ ചെയ്യുവാൻ കർത്താവ് ഹൃദയങ്ങളിൽ പതിക്കത്തക്കണം കർത്താവെ. നല്ല നിലത്ത് വീഴുന്ന വിത്ത് പോലെ ആയിത്തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ കുറവുള്ള ബലഹീന കണക്കിടാതെ കർത്താവ് അങ്ങയുടെ ശ്രേഷ്ഠ കൃപകളിൽ കൂടെ ഇരുന്ന് എൻ്റെ നാവോടും വാക്കോടും വശത്തോടും കണ്ടത്തോടും കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് ഏറ്റവും അനുഗ്രഹപൂർവ്വമായ കർത്താവ് തൻ്റെ ജനത്തെ നയിക്കാൻ സഹായിക്കണമെന്ന് ഈ സാക്ഷിക്കുന്നു പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ നമുക്ക് ഇത്രത്തോളം ഈ നോയമ്പ് കാലത്തിൽ ദൈവം വഴി നിർത്തിയ എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. അനേകമായ പ്രയാസ പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലൊക്കെ നമ്മൾ കടന്നുപോയെങ്കിലും ഈ വർഷത്തിൻ്റെ ഈ ദിവസം വരെ നമ്മളെ നിലനിർത്തിയ ദൈവത്തിൻ്റെ നന്മകളെ ഒന്ന് ഓർക്കാം. ഓരോ നോയമ്പും നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയ ഒരു കാര്യം കൂടെയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ലെങ്കിൽ ഞാൻ എടുക്കുന്ന നോയമ്പുകളെല്ലാം വൃഥാവായി തീരും. അത് വെറും സഭ നിഷ്കർഷിക്കുന്നതുകൊണ്ട് ഞാൻ അതിൽ പങ്കുചേരുന്നതായിട്ട് മാത്രമായി തീരും. പ്രത്യേകിച്ചും കർത്താവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങേണ്ടിയ കാലയളവിൽ ആണ് നാം ഓരോരുത്തരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം മാത്രം പിതാവിനറിയാമെന്ന് പറയുമ്പോഴും അവൻ്റെ വരവിന് ആഗമനമായ പല കാര്യങ്ങളും ഇന്ന് ലോകത്തെമ്പാടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലയളവിൽ, പരസ്പരം ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു കാലയളവിൽ, മാതാപിതാക്കളിലും കുഞ്ഞുങ്ങളിലും തമ്മിലുള്ള സ്പർദ്ധകൾ വർദ്ധിക്കുന്ന, രാജ്യം രാജ്യത്തോട് എതിർത്തു നിൽക്കുന്ന, അപ്രകാരം ഭൂകമ്പം, ക്ഷാമം, ഇങ്ങനെ പല കാര്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തരുണത്തിൽ ഈ നോയമ്പ് കാലത്തിൽ നിങ്ങളോട് അല്പം സമയം ഇന്ന് ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ വ്യത്യസ്തമായ ഒരു ഉപമയെ പറ്റിയാണ്. അതായത് നഷ്ടപ്പെട്ടു പോയ കാര്യം, അല്ലെങ്കിൽ കാണാതെ പോയ, അല്ലെങ്കിൽ മുടിയനായ പുത്രൻ എന്ന് നാം പറയുന്ന ഒരു ഉപമയെ പറ്റിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15:32 ഇപ്രകാരമാണ് പറയുന്നത്: നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്ന നിന്റെ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, ആകയാൽ സന്തോഷിക്കേണ്ടത്. കാണാതെ പോയത് അല്ലെങ്കിൽ മരിച്ച അവസ്ഥ, എന്താണ് ഇത് യഥാർത്ഥമായി നമ്മെ സൂചിപ്പിക്കുന്നത്? ഇത് പറയുവാനുള്ള കാരണം നാം ഒന്ന് നോക്കുകയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 15:1-3 വരെ ഒന്ന് വായിക്കുകയാണെങ്കിൽ, ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വചനം കേൾക്കുവാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടൊപ്പം ഭക്ഷിക്കുന്നുവെന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. അവിടെ 3 വ്യത്യസ്തമായ ഉപമകളാണ് പറയുന്നത്. ഒന്ന് ആദ്യം പറയുന്നത് നഷ്ടപ്പെട്ട ആടിനെ പറ്റി, രണ്ടാമത് പറയുമ്പോൾ കാണാതെ പോയ നാണയത്തെ പറ്റി, ഏറ്റവും അവസാനത്തെ ഉപമയാണ് നാം ഇന്ന് അല്പനേരം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ 3 ഉപമകളും നാം അന്ന് ചിന്തിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ ഒരു അർത്ഥമാണ് നൽകുക. കാണാതെ പോയ ആടെന്ന് പറയുമ്പോൾ എന്നെയും നിങ്ങളെ മേൽപ്പിച്ചിരിക്കുന്ന ചുമതലയ്ക്കൊത്തവണ്ണം നാം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നതിനെ പറ്റി നമുക്ക് ഭാരമുണ്ടാവുകയും അതിനെ കണ്ടെടുക്കുക എന്നുള്ള ഒരു കാര്യവും നമ്മുടെ മേൽ തന്നെയാണ് ആയിരിക്കുന്നതെന്ന് ചിന്തിക്കരുത്. രണ്ടാമത്തെ നോക്കുമ്പോൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കാണാതെ പോയൊരു നാണയം എന്ന് പറയുമ്പോൾ നാം അധ്വാനിച്ച്
നാം സ്വരൂപിച്ച ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ അതിനെപ്പറ്റിയുള്ള വേദന നമുക്ക് എത്രമാത്രമാണെന്നാണ് അവിടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷെ ഏറ്റവും അവസാനം പറയുന്ന ഉപമ നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ മകൻ അല്ലെങ്കിൽ മുടിയനായ പുത്രൻ എന്ന് പറയുമ്പോൾ അവിടെ അവൻ സ്വരൂപിച്ചതോ അവനെ ഏൽപ്പിച്ചോ കാര്യമോ അല്ല, എങ്കിലോ അവൻ്റെ പിതാവായി സ്വരൂപിക്കപ്പെട്ട ആ കാര്യങ്ങൾ അവൻ വാങ്ങിച്ച് കടന്നുപോയി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ മാത്രമല്ല, ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയിൽ കടന്നുപോകുന്ന സാഹചര്യങ്ങളെ പറ്റിയാണ് നാം മനസ്സിലാക്കുന്നത്. അതായത് അവൻ്റെ സമയം നഷ്ടം, അവന് കിട്ടിയ കാര്യങ്ങൾ ദൂർത്തടിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തെ പറ്റിയാണ് ആ ഏറ്റവും അവസാനമായ ഉപമ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇന്നത്തെ ആധുനിക ലോകത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് തരുന്ന സാഹചര്യങ്ങൾ എത്രമാത്രം ദൈവനാമത്തിന് ഉപയുക്തപ്പെടുത്തുമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോ കിട്ടുന്ന സാഹചര്യങ്ങളിൽ ദൂർത്തടിച്ച് ജീവിക്കുകയും സമയം പാഴാക്കുകയാണെങ്കിൽ ഇതൊരു താക്കീതാണ് എനിക്കും നിങ്ങൾക്കും, മടങ്ങി വരുവാനുള്ളൊരു താക്കീത്. ആ മടങ്ങി വരുവിനായി കാത്തിരിക്കുന്ന ഒരു പിതാവാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉള്ളതെന്ന് നാം എപ്പോഴും മനസ്സിലാക്കണം. എപ്പോഴും നോക്കുന്നത് ഇന്ന് വരും, ഈ നിമിഷം കടന്നു വരും. പക്ഷെ പലപ്പോഴും നമ്മൾ ആ നിമിഷങ്ങൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിൻ്റെ ഭവിഷ്യത്തുകളാണ് നമ്മൾക്ക് വന്ന് ഭവിക്കുവാൻ പോകുന്നതെന്ന് നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഞാൻ മുമ്പോട്ട് വായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 15:11-12 വായിക്കുമ്പോൾ, പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഇളയവൻ അപ്പനോട്, അപ്പാ സ്വത്തിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട ഓഹരി തരിക എന്ന് പറഞ്ഞു. അവൻ അവർക്ക് തന്റെ സമ്പാദ്യം വിഭജിച്ചു കൊടുത്തു. അവന്റെ സമ്പാദ്യം വിഭജിച്ചു കൊടുത്തു. ഇവിടെ നാം ഒന്ന് നോക്കുമ്പോൾ ആ രണ്ടാമത്തെ മകൻ പറയുന്നത് അവൻ അധ്വാനിച്ചതല്ല. അതാദ്യം നാം മനസ്സിലാക്കണം. അവൻ്റെ പിതാവ് അധ്വാനിച്ച് ഒരു സ്വരൂപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ സ്വത്തിനെ വിഭജിച്ചിട്ടാണ് അവൻ ചോദിക്കുന്നത്, എൻ്റെ ഭാഗം എനിക്ക് തന്നുകൊള്ളുക എന്ന്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കാതെ പോകുന്നത്, ഇന്ന് എന്നെയും നിങ്ങളെയും ഈ ഭൂമുഖത്ത് ഈ സമയത്ത് നിലനിൽക്കത്തക്കോണം ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്, നമുക്കായി യാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവിൻ്റെ കരുണയാണ്. പക്ഷെ അതൊക്കെ ചിന്തിക്കാതെ നാം നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും നമ്മുടെ കൈമിടുക്കെന്നുള്ള ചിന്തകളിൽ നാം ജീവിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ നാം അത് മനസ്സിലാക്കണം. നമുക്ക് വിഭജിക്കപ്പെട്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ നമുക്ക് വിഭജിക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് തീർന്നു പോകുമ്പോഴുള്ള അവസ്ഥയിലേക്കാണ് മുമ്പോട്ടുള്ള കാര്യം നാം ഇവിടെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ 15-13-14 വായിക്കുമ്പോൾ, ഏറെ നാൾ കഴിയുന്നതിന് മുൻപ് ഇളയ മകൻ സകലതും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ചെന്ന് ദുർനടപ്പുകാരനായി ജീവിച്ച് സ്വത്ത് ദൂർത്തടിച്ചു കളഞ്ഞു. അവൻ എല്ലാം ചിലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായി. അവന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുവാൻ തുടങ്ങി. ഇവിടെ നാം നോക്കുമ്പോൾ ഈ നാളുകളത്രയും അവൻ പിതാവിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുകയും ആ ഭവനത്തിൻ്റെ സംരക്ഷണവും അവൻ്റേതായ ഒരു ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളില്ലാത്തൊരു ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ച ആ വ്യക്തി, അവന് കിട്ടിയ സമ്പത്ത് സ്വരൂപിച്ച് അവൻ ദൂരദേശത്തേക്ക് കടന്നു പോകുക മാത്രമല്ല, അവിടെ ചെന്ന് ദൂർത്തടിച്ച് എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ. പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകുന്നൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ പരിപാലനത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സുരക്ഷിതത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നാം സ്വയമായി ചിന്തിക്കുന്നത് ഇത് എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തനം അല്ലെങ്കിൽ നമുക്ക് ഇതിന് അർഹതപ്പെട്ടവരെന്നുള്ള ചിന്തകളിൽ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് മാറി ഒരു ജീവിതത്തിലേക്ക് നാം പോകുമ്പോൾ നാം അറിയാതെ തന്നെ ലോകത്തിൽ വഴുതി വീഴുകയും ലോകമോഹങ്ങളിൽ പട്ടുപോവുകയും പിതാവിൽ നിന്നുള്ള ആ ബന്ധത്തിൽ അറ്റുപോകുന്ന ഒരവസ്ഥയായി മാറി കഠിനമായ പ്രതിസന്ധികൾ കടന്നു വരുന്നതായിട്ടാണ് ഇതിൻ്റെ അർത്ഥം. അവൻ ആ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒന്നിനെ പറ്റിയും ഭാരമില്ലാതെ വേണ്ടിയ നല്ല ജീവിത സുഖസൗകര്യത്തിൽ ജീവിച്ച
ഒരു വ്യക്തിയായിരുന്നു. എങ്കിലോ അവൻ തനിയെ മാറി സ്വന്തമായിട്ടെല്ലാം ചെയ്തപ്പോൾ അവൻ എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാകാതെ കിട്ടിയ സ്വാതന്ത്ര്യം ദുർനടപ്പിലായി ദൂർത്തടിക്കാനായും കടന്നുപോയപ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ. പലപ്പോഴും നാം മനസ്സിലാക്കാതെ പോകുന്നത് ഇതാണ്. നമ്മെ ആക്കി വച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആ കർത്താവിൻ്റെ ആ പരിപാലനം ഇല്ലെങ്കിൽ, ആ സംരക്ഷണം ഇല്ലെങ്കിൽ നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്രകാരം ഒരു ജീവിതമാണോ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്? കർത്താവിനായി ജീവിക്കുവാൻ കാഴ്ചപ്പാടുകൾ വെച്ച് ഇറങ്ങുമ്പോൾ എപ്പോഴും നാം മനസ്സിലാക്കണം, ആ ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ കാണും, വേദനകൾ കാണും, പ്രയാസങ്ങൾ കാണും. എങ്കിലും അവിടെ കരം പിടിച്ച് നടത്തുന്ന, നമ്മെ കാത്തു പരിപാലിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യവും നമുക്ക് അനുഭവമാക്കുവാൻ കഴിയും. മുമ്പോട്ട് വായിക്കട്ടെ, അതിൻ്റെ 15 വായിക്കുമ്പോൾ, അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുവന്റെ അടുക്കൽ ചെന്ന് അവനെ ആശ്രയിച്ചു. അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്ക്കുവാൻ അയച്ചു. സമ്പന്നതയുടെ ഏറ്റവും ഉച്ചകോടിയിൽ ജീവിച്ച ഒരു വ്യക്തി, അവൻ്റെ പിതാവിൻ്റെ സമ്പത്ത് വിഭജിച്ച് സ്വന്തം താല്പര്യങ്ങൾക്കായി ഭവനം വിട്ട് കടന്നുപോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ സമ്പത്ത് മാത്രമല്ല നഷ്ടമായത്, അവൻ്റെ ജീവിതത്തിലെ അത്രയും സമയം കൂടെയാണ് നഷ്ടപ്പെട്ടു പോയത്. തന്മൂലം അവിടെ പ്രതിസന്ധി കടന്നു വന്നപ്പോൾ അവനെ ആശ്രയിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ, ഏകാന്തതയുടെ അവസ്ഥയിൽ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവൻ ആശ്രയിക്കുന്നത് അവിടെയുള്ള വ്യക്തികളിലാണ്. ഇന്നെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേദനകളുടെ താഴ്വരയിൽ നമ്മെ കടത്തിവിടുമ്പോൾ, പ്രതികൂലങ്ങളുടെ താഴ്വരയിൽ കടത്തി വരുമ്പോൾ, അപ്രതീക്ഷിതമായ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നാം ആരെയാണ് ആശ്രയിക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. സ്വർഗത്തിലുള്ള ദൈവത്തെയാണോ അതോ ഭൂമിയിലുള്ള മനുഷ്യനെയാണോ? ഭൂമിയിലുള്ള മനുഷ്യനെ ആശ്രയിക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികളിലാണ് നമുക്ക് ആശ്രയം ലഭ്യമാകുന്നതെന്ന് ഇവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവനെ ആശ്രയിക്കുമ്പോൾ അവനെ ആ പന്നിക്കൂട്ടത്തെ മേയ്ക്കുവാനായിട്ട് കടത്തിവിടുക മാത്രമല്ല, അവൻ അതിന് കൊടുക്കുന്ന ഭക്ഷണം പോലാണ് അത് കഴിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുന്നത്. അതിന് കാരണം എന്താണ്? ദൈവമാക്കി വച്ചിരുന്ന വയൽ പ്രദേശത്ത് അല്ലെങ്കിൽ ഭവനത്തിൽ അവൻ വിട്ട് കടന്നുപോയി കഴിഞ്ഞപ്പോൾ അവനെ പരിപാലിക്കത്തക്കോണം അല്ലെങ്കിൽ അവൻ്റെ കാവൽ നഷ്ടപ്പെടുന്ന അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ അതാണോ എന്നൊന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ കാവലിലാണോ നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാവൽ നഷ്ടപ്പെട്ടിട്ടാണോ നമ്മുടെ ജീവിതമെന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ നന്മകളാൽ നമ്മളെ വഴി നടത്തുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ കരം അവിടെ ഉണ്ടെന്ന് നമ്മൾ മറന്നാണ് ഇന്ന് ജീവിക്കുന്നെങ്കിൽ, ആ കരമില്ലെങ്കിൽ എന്താണ് അവസ്ഥയെന്ന് എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 15, 16, 17 വായിക്കുമ്പോൾ, പന്നികൾ തിന്നുന്ന പയറിന്റെ തവിട് കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധം വന്നിട്ടവൻ എന്റെ അപ്പന്റെ എത്രയോ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും അവന് ലഭ്യമാകാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ, ആ വിശപ്പിൻ്റെ കാഠിന്യം വർദ്ധിച്ചപ്പോഴാണ് അവന് സുബോധം വരുന്നെന്ന് പറയുന്നത്. സുബോധം വരിക മാത്രമല്ല, അവൻ്റെ പിൻകാലത്തെ പറ്റി ഒന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞു. എപ്രകാരമാണ് അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവിടുത്തെ വേലക്കാർ പോലും സംതൃപ്തിയായി ജീവിക്കുന്നതെന്ന്. നാം പലപ്പോഴും നമ്മെ പരിപാലിക്കുന്ന കരങ്ങൾ മറന്ന് ജീവിക്കുകയാണെങ്കിൽ ഈ അവസ്ഥയിലേക്ക് നാം കടന്നു വരുമെന്ന് നാം മറന്നു പോകാറുണ്ട്. എന്നെയും നിങ്ങളെയും ഇന്ന് ഈ ക്ഷണത്തിൽ ഇപ്രകാരം നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയൊരു കരുണയൊന്നു മാത്രമാണ്. നമുക്കൊരു യോഗ്യതയില്ല. നമ്മെ യോഗ്യരാക്കുന്ന കർത്താവാണ് നമ്മോട് കൂടെ ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. ആ യോഗ്യതയ്ക്കൊത്തവണ്ണമാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നതെന്ന് നാം മനസ്സിലാക്കണം. അപ്രകാരം മനസ്സിലാക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപയിൽ മുന്നോട്ട് പോകുക മാത്രമല്ല, ആ കാവലിൽ നമുക്ക് നിലകൊള്ളുവാൻ സദാ കഴിയും. അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്ന അവസ്ഥ. ഇവിടെ ആ മകന്
ഒന്ന് അവൻ്റെ പിൻകാല ജീവിതം അല്ലെങ്കിൽ അവൻ കടന്നു വന്ന സാഹചര്യത്തെപ്പറ്റി ഒന്ന് ഓർക്കുവാനിടയായപ്പോഴാണ് സുബോധം വരുന്നത്. ഇന്ന് നാം സുബോധം നഷ്ടപ്പെട്ട ലോകത്തിൻ്റെ കെടുതിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ സുബോധത്തിലേക്ക് കടന്നു വരുവാൻ ഇപ്രകാരം ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരണോ, അതോ അതിനു മുൻപ് നമ്മെ വഴി നടത്തിയ വിധങ്ങളൊന്ന് ഓർക്കുകയാണെങ്കിൽ നമുക്ക് മടങ്ങി വരുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 15, 18, 19 വായിക്കുമ്പോൾ, ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ അടുക്കിലേക്ക് ചെന്ന് അവനോട്, എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവനോട്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഇനി ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ നിന്റെ കൂലിക്കാരൻ ഒരുവനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. എന്നെ ആക്കണമേ എന്ന് പറയുമെന്നാണ് അവൻ ചിന്തിക്കുകയാണ്. ഞാൻ മടങ്ങിപ്പോവുകയാണെങ്കിൽ എനിക്കറിയില്ല എങ്ങനെ എൻ്റെ പിതാവ് എന്നെ സ്വീകരിക്കുമെന്ന്. എങ്കിലും അവിടെ ഒരു മാനസാന്തരമാണ്, ഒരു രൂപാന്തരമാണ് ആ വാക്കുകളിൽ നാം കേൾക്കുന്നത്. നാം പറയുന്നത്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഈ ഒരു മാനസാന്തരം അല്ലെങ്കിൽ രൂപാന്തരമാണ് ഈ നോയമ്പ് കാലത്തിൽ കർത്താവ് നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്. അവൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി. അവിടെ മുമ്പോട്ട് പറയുന്നത്, നിൻ്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, നിൻ്റെ ഒരു വേലക്കാരനായിട്ടെങ്കിലും എന്നെ കരുതണമേ. നമ്മളിൽ എത്ര പേർക്ക് അപ്രകാരം ഒരു തിരിച്ചുവരവിനായി ഒരു പൂർണ്ണ രൂപാന്തരം മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ നാം കഴിയുന്നുണ്ട്? അപ്രകാരം നാം കാഴ്ചയോട് വെക്കുമ്പോഴാണ് യഥാർത്ഥമായ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കഴിയുന്നത്. ബോട്ട് വായിക്കട്ടെ 15, 20, 21 വായിക്കുമ്പോൾ, അങ്ങനെ അവൻ എഴുന്നേറ്റ് അവന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോയി ദൂരത്തു നിന്ന് തന്നെ പിതാവ് അവനെ കണ്ടു മനസ്സലിഞ്ഞു. അവൻ ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഇനി ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. നമ്മെ മാറോടണയ്ക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. നാം ആരും നഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് മടങ്ങി വരുവാൻ നാം ഒരുക്കപ്പെട്ടവരാണെങ്കിൽ നമ്മെ മാറോടണച്ച് സ്നേഹിക്കുന്ന പിതാവാണ് എൻ്റെയും നിങ്ങളെയും കർത്താവെന്ന് നാം മനസ്സിലാക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ ഇത്ര വ്യക്തമായി പ്രസ്താവിക്കുന്നത്. അതായത് ദൂരത്ത് നിന്ന് ഇന്ന് വരും, ഈ നിമിഷം വരും, നാളെ വരുമെന്നുള്ള ചിന്തയോട് കാത്തിരിക്കുന്ന ഒരു പിതാവിൻ്റെ വേദന. അവിടേക്ക് കടന്നു വരുമ്പോൾ അവനെ സ്വീകരിക്കുകയല്ല, മാറോടണച്ച് ചുംബിക്കുന്ന അവസ്ഥ. ഇന്ന് നമുക്കെത്ര പേർക്ക് അപ്രകാരം നമ്മെ വഴി നടത്തിയ വിധങ്ങളിൽ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയുമെന്നൊന്ന് ചിന്തിക്കണം. അപ്രകാരം കടന്നു വരുവാൻ കഴിയുമെങ്കിൽ നമ്മെ മാറോടണച്ച് ആ സ്നേഹത്തിലേക്ക് ഉൾക്കൊള്ളുന്ന കർത്താവാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നമുക്ക് ഓർക്കാം. ബോട്ട് വായിക്കരുത് അതിൻ്റെ 22 തൊട്ട് 24 വരെ വായിക്കുമ്പോൾ, പിതാവ് തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ വിരലിൽ മോതിരവും കാലിൽ ചെരുപ്പുമിടുവിൻ. തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആനന്ദിക്കാം. എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിക്കുവാൻ തുടങ്ങി. നാം മടങ്ങി വരികയാണെങ്കിൽ നമ്മെ കാത്തിരിക്കുന്ന അനുഗ്രഹത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു പോയി. നമ്മെ വഴി നടത്തിയ ദൈവത്തെ നാം യഥാർത്ഥമായി പഴി പറഞ്ഞ്, അല്ലെങ്കിൽ ആ ദൈവത്തോട് ഉള്ള ബന്ധമെല്ലാം നഷ്ടപ്പെട്ടു പോയി മടങ്ങി വന്ന മകൻ്റെ സ്വീകരിക്കുന്ന അവസ്ഥയെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഒരു മടങ്ങി വരവിൻ്റെ ആവശ്യമുണ്ട്.
ഒരു മാനസാന്തരത്തിൻ്റെ ആവശ്യമാണ്, ഒരു രൂപാന്തരത്തിൻ്റെ ആവശ്യമാണ്. എവിടെയാണ് ഞാൻ വീണെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റൊന്ന് മടങ്ങി വരണം. അവൻ മടങ്ങി വരുവാൻ കാൽച്ചുവട് വെച്ചപ്പോഴാണ് അവൻ്റെ പിതാവ് അവനെ സ്വീകരിക്കുന്നത്. അവൻ്റെ പിതാവ് അവനെ മാറോടണയ്ക്കുന്നത്. അവൻ്റെ പിതാവ് ഈ എല്ലാ നന്മകളും അവന് വേണ്ടി ഒരുക്കുന്ന മേൽത്തരമായ വസ്ത്രം, മോതിരം, ചെരുപ്പ്, അതായത് നമ്മെ പിന്നെയും യഥാസ്ഥാനപ്പെടുത്തുന്ന അവസ്ഥ. ഇന്ന് നമുക്കപ്രകാരം ഈ നോയമ്പ് കാലത്തിൽ മടങ്ങി വരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നോയമ്പിൻ്റെ ഏകദേശം അവസാന ആഴ്ചയിലേക്കൊക്കെ നാം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് എനിക്കും നിങ്ങൾക്കും മടങ്ങി വരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെയാണ്, എന്താണ് അതിന് തടസ്സമെന്നൊന്ന് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് എനിക്ക് ഞാനായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ആ ബന്ധനങ്ങളെ വിട്ടിട്ട് മടങ്ങി വരുവാൻ കഴിയാത്തതെന്നൊന്ന് മനസ്സിലാക്കണം. മടങ്ങി വരുവാണെങ്കിൽ ഇത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ശ്രേഷ്ഠമായ മേലങ്കി, മോതിരം, ചെരുപ്പ്, യഥാർത്ഥത്തിൽ നമ്മെ പൂർണ്ണമായി യഥാസ്ഥാനപ്പെടുത്തുന്ന അവസ്ഥ. മരിച്ചവനായിരുന്നു, പക്ഷേ ജീവിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ടവരായിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ കർത്താവിന് നമ്മെപ്പറ്റി പറയുവാൻ കഴിയുമോ? മുമ്പോട്ട് വായിക്കട്ടെ. ഏറ്റവും അവസാനമായി ലൂക്കോസിൻ്റെ സുവിശേഷം 15:31-32 വായിക്കുമ്പോൾ അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. അതായത് അവൻ്റെ മൂത്ത മകൻ കടന്നു വരുമ്പോൾ തൻ്റെ പിതാവിനോടൊപ്പം വസിച്ചവനാണ്. പക്ഷെ അവിടുത്തെ വലിയ ആഹ്ലാദവും ബഹളവും ഒക്കെ കേട്ടപ്പോൾ അവൻ ആ വേലക്കാരോട് ചോദിക്കുന്നു, എന്താണ് നടക്കുന്നത്? അപ്പോൾ അവർ പറയുന്നത്, എൻ്റെ ഇളയ സഹോദരൻ മടങ്ങി വന്നിരിക്കുന്നു, അതിൻ്റെ വലിയ ആഘോഷമാണ്. അവൻ അപ്പോൾ പിതാവിനോട്, ഇത്രയും വർഷം നിൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ നടന്നു, എല്ലാ പ്രവർത്തികളിലും ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെ പോലും വിളിച്ചിവിടെ ആഘോഷിച്ചിട്ടില്ല. പക്ഷേ എല്ലാം നഷ്ടപ്പെടുത്തിയവൻ കടന്നു വന്നപ്പോൾ ഇത്ര വലിയ ആഘോഷം എന്തിനെന്ന്? പലപ്പോഴും നമ്മുടെ ആത്മീയ മേഖലകളും കാണുന്നൊരു കാര്യമാണ്. ഒരുവൻ നഷ്ടപ്പെട്ടു അവൻ മടങ്ങി വന്നാൽ അവനെ പൂർണ്ണമായി സ്വീകരിക്കാൻ പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകൾക്കോ നമ്മുടെ ഇടവകൾക്കോ ഒന്നും കഴിയാറില്ല. ഇവൻ വിട്ടുപോയതല്ലേ, ഇവനെ എങ്ങനെ നാം സ്വീകരിക്കും? എപ്പോഴും ആ ഒരു ചിന്തയോടെയാണ്, അല്ലെങ്കിൽ കണ്ണുകളോടെയാണ് നോക്കുന്നത്. പക്ഷെ ഇവിടെ കർത്താവിൻ്റെ വാത്സല്യം കാണിക്കുന്നത് മടങ്ങി വരുമ്പോൾ പൂർണ്ണമായി സ്വീകരിച്ച് യഥാസ്ഥാനപ്പെടുത്തുന്നൊരവസ്ഥ. അതുകൊണ്ടാണ് അവൻ്റെ പിതാവ് അവനോട് പറഞ്ഞത്, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായിരുന്നു, എൻ്റേതെല്ലാം നിനക്കുള്ളതായിരുന്നു. പക്ഷേ ഇവനോ നഷ്ടപ്പെട്ടു പോയി, കാണാതെ പോയി, കണ്ടുകിട്ടിയിരിക്കുന്നു, മരിച്ചവനായിരുന്നു, അവൻ ജീവിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഒരു നോയമ്പ് കാലത്തിൽ നമുക്ക് അതിൽ അനുഷ്ഠിക്കത്തക്കോണം, അതിൻ്റെ ഭാഗവത്താകത്തക്കോണം ദൈവം നമുക്ക് സാവകാശം തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക, എൻ്റെ അവസ്ഥ എന്താണെന്ന്. അല്ലെങ്കിൽ എന്നെ ആക്കി വച്ചിരിക്കുന്ന വയൽ പ്രദേശത്ത് നഷ്ടപ്പെട്ടവനെ വീണ്ടെടുക്കത്തക്കോണമുള്ളൊരു മനസ്സ് എനിക്ക് നിങ്ങൾക്കും ഉണ്ടോന്ന്. ഇല്ലെങ്കിൽ നമ്മളെ തന്നെ അതിനെ ഒരുക്കുവാൻ വേണ്ടി മുമ്പോട്ടുള്ള ദിവസം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവ്വസ്നാഥ കർത്താവേ, അങ്ങ് ഞങ്ങൾ ആരും നഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്, നഷ്ടപ്പെടുവാൻ മടങ്ങി വരുമ്പോൾ അവനെ എപ്രകാരമാണ് സ്വീകരിക്കേണ്ടതെന്നും കർത്താവേ, അല്ലെങ്കിൽ എപ്രകാരമാണ് അങ്ങ് സ്വീകരിക്കുന്നതെന്നും ഒക്കെ വചനത്തിൽ കൂടെ ഞങ്ങളെ മനസ്സിലാക്കുവാൻ തന്നവൻ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ചിന്തകൾ അപ്രകാരമായി തീരുവാൻ എൻ്റെ കൃപയിൽ നീ ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും ഉപരി കർത്താവേ, നോയമ്പ് കാലം വെറും ഉണ്ണാവ്രതമോ ഒരു ആചാര അനിഷ്ടമല്ല, എങ്കിലോ ജീവിതത്തിലൊരു യഥാർത്ഥമായ മാറ്റം വരുത്തി
അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി, അങ്ങേക്ക് വേണ്ടി അനുഗ്രഹം നേടുന്നവരായി അല്ലെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണം. സാക്ഷിക്കുന്നു പിതാവ് കേൾക്കാനമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.